ഇനി നമ്മൾ പരിശോധിക്കുന്നത് മറ്റൊരു വാർത്തയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ആയിരുന്നു ഇന്ത്യൻ പാർലമെന്റിൽ അതിനിർണായകമായ ഒരു നീക്കം നടക്കുകയും ആ നീക്കത്തെ ഇന്ത്യ സഖ്യം ഒരുമിച്ച് പരാജയപ്പെടുത്തുകയും ചെയ്തത്. അത് വനിതാ സംവരണം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട മണ്ഡല പുനർനിർണയ ബിൽ അവതരിപ്പിച്ച് വിജയിപ്പിക്കുവാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ അത് പരാജയപ്പെട്ടു. ഇത് പരാജയപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ അതിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് BJP. അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യം. മണ്ഡല പുനർനിർണയ ബിൽ പരാജയപ്പെടുത്തിയത് രാജ്യത്തെ ജനാധിപത്യത്തിന് ലഭിച്ച വലിയ വിജയം എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. ബില്ലിനെ വനിതാ സംവരണവുമായി ബന്ധിപ്പിക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നായിരുന്നു പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കിയത്. की बात नहीं थी, ये देश के लोकतंत्र की बात थी, ये देश की अखंडता की बात थी। हम कभी इससे सहमत नहीं हो सकते कि आप इस महिला आरक्षण को इस तरह से परसीमन से जोड़े कि वो पुरानी जनगणना पर चले जिसमें OBC शामिल भी नहीं है। तो ये मुमकिन ही नहीं था कि ये बिल पारित हो। और मेरे ख्याल से हमारे देश के लोकतंत्र के लिए, हमारे देश की अखंडता के लिए ये एक बहुत बड़ी चीज है। महिला विरोधी माइंडसेट की वो कह रहे हैं जिन्होंने हाथरस में कुछ नहीं किया, जिन्होंने उन्नाव में कुछ नहीं किया, जिन्होंने मणिपुर की महिलाओं के लिए कुछ नहीं किया, जिन्होंने खिलाड़ियों के लिए कुछ नहीं कहा, ये कह रहे हैं कि हमारा विरोधी माइंडसेट है महिलाओं का। അതേസമയം സ്ത്രീകളെ ബഹുമാനിക്കാനുള്ള ചരിത്രപരമായ അവസരം പ്രതിപക്ഷം നഷ്ടപ്പെടുത്തി എന്നതാണ് BJPയുടെ ആരോപണം. നിയമസഭകളിൽ സ്ത്രീകൾക്ക് സംവരണം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ തുടരുമെന്നും ഭരണഘടനാ ഭേദഗതി ബിൽ പരാജയപ്പെട്ടതിനെ തുടർന്നുള്ള പ്രതികരണത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറയുകയുണ്ടായി. जो नतीजा आया है ये इतना ऐतिहासिक और महत्वपूर्ण बिल पर देश का महिलाओं को अब सम्मान अधिकार देने का जो बिल है उसको विपक्ष ने साथ नहीं दिया। बहुत खेद की बात है और इस ऐतिहासिक पल को आप अपना एक मौका था आपने गंवाया है। आदरणीय नरेंद्र मोदी जी के नेतृत्व में महिलाओं को जो सम्मान देने का अधिकार देने का हमारा अभियान जारी रहेगा और हम अधिकार दे के ही रहेंगे आगे। എന്തായാലും വനിതാ സംവരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായുള്ള മണ്ഡല പുനർനിർണയ ബിൽ ആണ് സഭയിൽ പരാജയപ്പെട്ടത്. പ്രതിപക്ഷ നിരയിൽ ഒരു ഐക്യം രൂപപ്പെടുകയും അങ്ങനെ 2/3 ഭൂരിപക്ഷം നേടുക എന്ന സാഹചര്യം പ്രതിപക്ഷത്തിന്റെ ഈ ഒരു ഐക്യത്തെ തുടർന്ന് ഭരണകൂടത്തിന് ഇല്ലാതാവുകയും ചെയ്തു എന്നതാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് BJP. അതേസമയം തന്നെ പ്രതിരോധം തീർക്കുകയാണ് പ്രതിപക്ഷം. അജയ്, ഈ 2023 വനിതാ സംവരണ ബിൽ പാസ്സാക്കപ്പെട്ടത്. അതിനുശേഷം അത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഭേദഗതി ആയിരുന്നു പാർലമെന്റിൽ വന്നത്. അതെന്തിന് എന്ന ചോദ്യം, അതായത് ഇപ്പോഴത്തെ അംഗബലത്തിൽ തന്നെ ഈ 33% സംവരണം നടപ്പിലാക്കണം എന്നത് പ്രതിപക്ഷ നിലപാടായി മാറി. എന്നാൽ മണ്ഡല പുനർനിർണയത്തിലൂടെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 816 ഉയർത്തുക, അതിനുശേഷം വനിതാ സംവരണം കൂടി നടപ്പിലാക്കുക, ഇതായിരുന്നു ഭരണകൂടത്തിൻ്റെ നിലപാട്. പക്ഷേ ഇന്ത്യ സഖ്യത്തിലുണ്ടായ ഒരു ഒത്തൊരുമ, സംഘം ചേർന്നുകൊണ്ട് അവർ ആ ബില്ലിനെ പരാജയപ്പെടുത്തി എന്നത് അവിടെ അവർക്കൊരു ഐക്യം രൂപപ്പെടുത്തിയിട്ടുണ്ട്. മറിച്ച് സ്ത്രീകൾക്കുള്ള അവസരമാണ് നഷ്ടപ്പെടുത്തിയത് എന്ന ക്യാമ്പയിൻ BJP നടത്തുമ്പോൾ എങ്ങനെയാണിത് രാഷ്ട്രീയമായി വരും ദിവസങ്ങളിൽ പ്രതിഫലിക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ്, പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലുമടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വനിതാ സംവരണ ബിൽ വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വടംവലിക്കാണ് ഇപ്പോൾ കളമൊരുക്കിയിരിക്കുന്നത്. BJP ഇത് പ്രതിപക്ഷത്തിനെതിരെയുള്ള വലിയ രാഷ്ട്രീയ ആയുധമാക്കാൻ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ ബില്ല് അത് പാസ്സാകുമെന്നതിനെ സംബന്ധിച്ച് NDAക്ക് യാതൊരുവിധ പ്രതീക്ഷയുമില്ലായിരുന്നു. അവർ ആവർത്തിച്ച് തന്നെ ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തുള്ള പല കക്ഷികളെയും അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഇന്നലെ നിരവധി പോസ്റ്റുകളാണ് ഈ ബില്ലിനെ സംബന്ധിച്ച് അദ്ദേഹം എക്സ്പോസ്റ്റായിട്ട് ഇട്ടിരുന്നത്. അതായത് ഈ ബില്ലിൽ എല്ലാ MPമാരും ഇപ്പോൾ അനുകൂലിച്ച് വോട്ടിടണം, ഇത്തരമൊരു ബില്ല് പാസ്സാക്കണം എന്ന് അദ്ദേഹം ആവർത്തിച്ച് അഭ്യർത്ഥിക്കുകയുണ്ടായിരുന്നു. മാത്രമല്ല BJPയുടെ ഭാഗത്തു നിന്ന് വലിയ ക്യാമ്പയിൻ തന്നെ ഈ ബില്ല് പാസ്സാക്കുന്നതിനെ സംബന്ധിച്ചുണ്ടായിരുന്നു എന്നതാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അതായത് പാർലമെന്റിന് പുറത്ത് ഈ ബില്ലിനെ സംബന്ധിച്ച് വലിയ ഫ്ലെക്സുകളും ഹോൾഡിങ്ങുകളും ഒരുക്കുന്നു. അതുപോലെ തന്നെ കാഴ്ചക്കാരായി ഗാലറിയിൽ നിരവധി സ്ത്രീകളെ എത്തിച്ചു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതും
സാംസ്കാരിക രംഗത്തുള്ള പല പ്രമുഖരായിട്ടുള്ള സ്ത്രീകളെ വരെ ഇന്നലെ പാർലമെന്റിൽ കാഴ്ചക്കാരായി NDA എത്തിച്ചിരുന്നു. അതായത് ഇത്തരമൊരു ബിൽ പാസ്സാകാൻ പോവുകയാണ് എന്നുള്ള വലിയൊരു പ്രതീതി സൃഷ്ടിച്ച് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ചുള്ള അനൗൺസ്മെന്റുകൾ ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ പ്രതിപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കി ഈ ബില്ല് പാസ്സാക്കിയെടുക്കാനുള്ള പരമാവധി ശ്രമം ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇന്നലെ ചെറിയ ചില സഖ്യകക്ഷികളായിട്ടുള്ള ഇപ്പോൾ NCP ആണെങ്കിലും ശിവസേനയാണെങ്കിലും ഒപ്പം കൂട്ടാനുള്ള ചില ശ്രമങ്ങൾ കൂടി NDA നടത്തിയിരുന്നു ഈ ബില്ലിനെ അനുകൂലിച്ച് നിലപാടെടുക്കാൻ വേണ്ടി. അത് ശരിക്കും ശിവസേനയ്ക്കാണെങ്കിലും NCPക്കാണെങ്കിലും ഒരു അനുകൂല സാഹചര്യവുമായിരുന്നു. കാരണം ഈ സീറ്റ് വർധനവ് ഉണ്ടാകാൻ പോകുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് മഹാരാഷ്ട്ര. അവിടെ വലിയ രീതിയിൽ സീറ്റുകൾ ഉയരുമായിരുന്നു. അപ്പോൾ NCPയും ശിവസേനയും ആണെങ്കിലും ഒരു അനുകൂല നിലപാടെടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ കോൺഗ്രസും DMK ഉൾപ്പെടെയുള്ള പാർട്ടികൾ ശക്തമായിട്ടുള്ള ഒരു പ്രതികൂല നിലപാടെടുത്തതോടെയാണ് തീർച്ചയായും അങ്ങനെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരേ സ്വരമുണ്ടാകുന്നു എന്നത് തന്നെയാണ്. നമുക്ക് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.